ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചൂസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാനെപ്പോഴും 2 ആഴ്ചയിലൊരിക്കൽ പുതപ്പും വിരിപ്പും എല്ലാം കഴുകിയിടാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒന്ന് കഴുകിയിടാന്ന് പറഞ്ഞിട്ട് എല്ലാ വിരിപ്പെല്ലാം മാറ്റാനേ, തലേണ കവറും വിരിപ്പും പുതപ്പും എല്ലാം നല്ലോണം സോപ്പ് പൊടിയിൽ മുക്കിയിട്ട് നന്നായി ഒന്ന് സോപ്പ് പൊടിയിൽ മുക്കിയെടുക്കാറാണ് പതിവ്. അങ്ങനെ കാര്യമായിട്ടൊന്നും ചളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും അങ്ങനെ തന്നെയാണ്. 2 ആഴ്ചയോ അല്ലെങ്കിൽ 3 ആഴ്ചയിലോ ഒരിക്കൽ ഞാൻ വിരിപ്പും പുതപ്പൊക്കെ കഴുകിയിടാറുണ്ട്. ഇപ്പം പിന്നെ 3 വീട്ടിലും സമയമായതുകൊണ്ടേ രാവിലെ നേരത്തെ എല്ലാവരും എണീക്കുന്നതും പണിയൊക്കെ ഒരുങ്ങുന്നതും കൊണ്ട് ഇങ്ങനെ അവരിവിടെ കുറച്ച് നേരം വരും, മഞ്ജു എന്നതാണ് കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം അവിടെ പോയിരിക്കുക. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ മഞ്ജുവിനെ കണ്ടപ്പോൾ പുതപ്പൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം മഞ്ജുവിൻ്റെ കൂടെ ഇരുന്നു. എന്നിട്ട് മഞ്ജു പോയതിന് ശേഷമാണ് പൊടികളിനെയും കൊണ്ട് പൊടി നേരത്തെ എണീക്കും, അതിന് ഉറക്കവേ ഇല്ല. അപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ചെറുതിനെയും കൊണ്ട് പണിയൊരുങ്ങിയപ്പോൾ അവൾ വന്നതാണ്. പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട്, ഞായറാഴ്ച ആകുമ്പോൾ തന്നെ ജനലൊക്കെ തുറന്നിട്ടൊന്ന് കാറ്റും വെളിച്ചമൊക്കെ തട്ടണ്ടേ. അപ്പോൾ ജനലുകളൊക്കെ തുറന്നിട്ടിട്ടാണ് ബാക്കി പുതപ്പുകൾ മുക്കാൻ കൊണ്ടുപോണത്, സോപ്പ് പൊടിയിൽ മുക്കാൻ കൊണ്ടുപോണത്. ഇന്നൊരു സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സൺഡേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലീനിങ്ങും തുണി കഴുകിയിടലും പുതപ്പ് മുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് പെട്ടെന്ന് സമയം പോകും. ഞായറാഴ്ച എങ്ങനെയാണ് സമയം പോകണമെന്ന് തന്നെ അറിയില്ല. പിന്നെ വീട്ടിൽ നിന്നും അമ്മ വന്നിട്ടുണ്ടായിരുന്നു, മഞ്ജുവിൻ്റെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്വാമി കുട്ടികളെ കാണാൻ വേണ്ടി വന്നാണ്. അപ്പോൾ അവർ വരുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണമല്ലോ. ഉച്ചയ്ക്കൊക്കെ അവർ കഴിച്ചിട്ട് തന്നെയാണ് പോയത്. എൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനും എടുക്കാൻ പോകാനുണ്ട്. 2 പ്രാവശ്യം പുതപ്പ് മുക്കിയിടാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ അടുത്ത ലഞ്ചിനുള്ള പരിപാടികൾക്ക് നിന്നത്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എപ്പോഴും തുണി കഴുകൽ, ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് എല്ലാ പണിയും ഒരുങ്ങിയിട്ടാണെന്ന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ചോറ് വയ്ക്കുന്നുണ്ടായിരുന്നു. സാമ്പാറും ഇഡലി ദോശയാണ്. ഇഡലി ദോശയ്ക്ക് എന്നും വറുത്തരച്ച സാമ്പാർ ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഇത് വറുത്തരച്ച സാമ്പാർ ചോറിനെയും കൂടെ പോവും. അതുകൊണ്ട് ഉപ്പേരി മാത്രമേ വെക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട് പപ്പടം എന്തെങ്കിലും വറുത്ത് കഴിഞ്ഞാൽ ലഞ്ചിനുള്ളത് മതി, ഒരു ഉപ്പേരിയൊക്കെ മതിയാവുള്ളൂ. കോവയ്ക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് കുറേ നേരം അമ്മ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന് എന്നിട്ടാണ് ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അടുക്കളയിൽ പോകുമ്പോഴും അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ ഇവിടെ വന്നാൽ ഞാൻ അമ്മയെ പണിയൊന്നും ചെയ്യിപ്പിക്കില്ല, അവിടെ പോകുമ്പോൾ അമ്മ എന്നെയും പണിയൊന്നും ചെയ്യിപ്പിക്കാറില്ല. അതുകൊണ്ട് അപ്പോൾ അമ്മ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ അടുക്കളയിൽ, ഞാൻ പോകുമ്പോൾ അടുക്കളയിൽ എൻ്റെ കൂടെ വന്ന് നിൽക്കും, സിറ്റൗട്ടിൽ വന്നിരിക്കുമ്പോൾ സിറ്റൗട്ടിൽ വന്നിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും. കോവയ്ക്ക മെഴുക്കുവരട്ടി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരാൾ വിശക്കണോ പറയാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് തന്നെ പപ്പടമൊക്കെ വറുത്തിട്ട് ഞാനും അമ്മയും കുട്ടികളും കൂടെ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ വീഡിയോ ഓണാക്കി വെച്ചത് അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ചെറുത് ഒറ്റയ്ക്ക് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ചോദിച്ചപ്പോൾ കഴിക്കാൻ വരുന്നേ ഇല്ല. അപ്പം എന്നാൽ പപ്പടം കഴിക്കി വരുമ്പോഴും ആശം വരണേ ഇല്ല. അപ്പം അതിന് ശരി ഞങ്ങൾ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയും ഞാനും കുട്ടികളും കൂടെ പപ്പടം വറുത്തതും സാമ്പാറും കോവയ്ക്ക മെഴുക്കുവരട്ടിയും ചോറും കൂടെ നല്ല അടിയായിരുന്നു കേട്ടോ. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടികൾ, കുറച്ച് നേരം റെസ്റ്റിംഗ്, സംസാരിച്ചിരിക്കലും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചോട്ടുവിനെ അറിയാമല്ലോ, ചോട്ടുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം. പിന്നെ ഏട്ടൻ്റെ കുട്ടികളും ഇവന്മാരെ കളിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാർക്ക് തീരെ ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചിട്ട് എന്നെ നോക്കിയത് വീഡിയോയിൽ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അമ്മ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനൊന്ന് ഫ്രൂട്ട്സ് കേക്ക് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല അടിപൊളി. അമ്മ വന്ന ഉടനെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 മണി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഫ്രൂട്ട്സ് കേക്ക് എടുത്ത് നോക്കണത്. വാവ്, അടിപൊളി ഫ്രൂട്ട്സ് കേക്കായിരുന്നു. കഴിച്ചിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും കഴിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ചെറുത് വന്നിട്ട് അച്ചു ഇനി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് ഫ്രൂട്ട്സ് കേക്ക് കട്ട് ചെയ്ത് കഴിച്ച് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. കുറേ ഉണ്ട് വിചാരിക്കണോ ഇങ്ങനെ ഫ്രൂട്ട്സ് കേക്ക് ഉണ്ടാക്കി നോക്കണം. കുറച്ച് ചൈന ഗ്രാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം, അതായത് ഫ്രൂട്ട്സിന് മധുരം ഇട്ടുണ്ടായിരുന്നല്ലോ. ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞിട്ട്
കുറച്ച് ക്യൂടെക്സ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യൂടെക്സ് ഒക്കെ എടുത്തിട്ട് വന്നതാണ്. എനിക്കെപ്പോഴും നെയിൽ പോളിഷ് ഒന്നും വരില്ല, പെട്ടെന്ന് വരുന്നത് ക്യൂടെക്സ് തന്നെ വരുള്ളൂ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നതാണ്. പിന്നെ വീട് മാറലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട് മാറലും പിന്നെ വെക്കാനുള്ളൊരു സൗകര്യക്കുറവും ഓരോ ബോക്സിലാണ് ഞാൻ ആക്കി വെക്കാറ്. പിന്നെ ഞാനതൊക്കെ കുറച്ച് ഏട്ടൻ്റെ മാമൻ്റെ മോൾക്കും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. കല്യാണം കഴിയുന്നതിന് മുന്നും എനിക്ക് ക്യൂടെക്സ് ഒരുപാട് ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടും എങ്ങനെ ഉണ്ടാവും ഒരു ബോക്സ് ഫുള്ള് കുത്തിത്തിരികി വെക്കാൻ ഇതാവുമ്പോൾ ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെ എപ്പോഴും ഒരു കളർ തന്നെയല്ലല്ലോ, ഞാൻ ഒരെണ്ണം കഴിയുന്ന വരെ അടിക്കുകയൊന്നുമില്ല. എല്ലാ കളറും എല്ലാ ക്യൂടെക്സും ഓരോന്നോരോന്ന് മാറി മാറി ക്യൂടെക്സ് അടിച്ചുകൊണ്ടിരിക്കും. റിമൂവ് ചെയ്യുക, പിന്നെ അടിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ബ്ലാക്കാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാലിൽ ബ്ലാക്ക് ഇടും, കയ്യിൽ വേറൊരു കളറാണ് ഇട്ടത്. എനിക്കൊരുപാട് ഇഷ്ടമാണ് ക്യൂടെക്സ്, മെഹന്തി. എൻ്റെ കയ്യിലും മൈലാഞ്ചി ഞാൻ എപ്പോഴും കഴിയുമ്പോൾ മൈലാഞ്ചി ഇടുമായിരുന്നു. ഇപ്പം പിന്നെ മൈലാഞ്ചി ഇടാനൊക്കെ ഭയങ്കര മടിയായി, അങ്ങനെ മൈലാഞ്ചി ഒന്നും ഇടുന്നില്ല. ക്യൂടെക്സും ഇപ്പോൾ മടിയായിട്ട് അങ്ങനെ ഇടുന്നൊന്നുമില്ല. എന്നാലും അതായത് നഖം ഉണ്ടെങ്കിലേ കയ്യിലൊക്കെ ക്യൂടെക്സ് ഇടാൻ ഇഷ്ടമുള്ളൂ കേട്ടോ. ഇപ്പം നഖം ഇങ്ങനെ പൊട്ടി പോണത് കൊണ്ടേ കൂടുതലൊന്നും എങ്ങനെയും ഒന്നാമത് ബലം കുറവ് തന്നെയാണ് നഖത്തിന്, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. എന്നാലും കാണാനുള്ള കുറച്ച് നഖം എപ്പോഴും കയ്യിലുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ സിറ്റ് ഔട്ടിലിരുന്ന് നെയിൽ പോളിഷ് ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ സിറ്റ് ഔട്ടിലിരുന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു നല്ല തനി നാട്ടിൻപുറമാണെന്ന്. അവിടെ നിറച്ചും കോഴികളും കാക്കകളും കിളികളും എല്ലാം ഉണ്ട്. ഞാൻ വീഡിയോ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോഴീൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല. വോയിസ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ മൊത്തം കോഴികൾ കൂന സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിതാ ഈ കയ്യിൽ ഈ കളറാണ് ക്യൂടെക്സ് അടിക്കുന്നത്. ഒരു വയലറ്റ് പോലത്തെ കളറാണ്. ഇവിടെ അപ്പുറത്തെ മാണീൻ്റെ കോഴികളാണ്, ഈ കൊത്തുകോഴികളില്ലേ, അതാണ് നിറച്ചുള്ളത്. അപ്പോൾ അതിൻ്റെ കൂവലാണ് കൂടുതലായിട്ടും കേൾക്കുന്നത്. അല്ലാണ്ട് ഈ പെറുക്കി തിന്നാൻ വരുന്ന കോഴികൾ വേറെയും ഉണ്ട്. ചോട്ടിന് ചോറ് വെച്ച് കൊടുക്കുമ്പോഴേ അതൊക്കെ കൊത്തി തിന്നാനായിട്ട് കോഴികൾ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ വരും. ഇവിടെ വീട്ടിൽ കോഴിയൊന്നുമില്ല, തറവാട്ടിൽ കോഴിയുണ്ട്, എൻ്റെ കോഴിയാണ്, അതിങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ക്യൂടെക്സ് അടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അടുത്ത ക്ലീനിങ് പരിപാടി തുടങ്ങണമല്ലോ. മാലയിട്ടത് കൊണ്ട് 2 നേരം അടിച്ചു വാരി തുടയ്ക്കലും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആശി അതിയെ വന്നത്. അപ്പോൾ ഞാൻ കുറേ അവിടെ ഇങ്ങനെ കത്തിക്കണം എന്ന് പറഞ്ഞിട്ടേ, അപ്പോൾ ആശിയുടെ അടുത്ത് പറഞ്ഞു, ആശി നമുക്കെന്നാൽ കത്തിക്കാമെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഓ ശരി ചേച്ചി. ആശി എപ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ വർത്താനം പറയാൻ വരുമല്ലോ. അപ്പോൾ ആശി ഞാനും കൂടെ തീ കത്തിക്കണം. ആശി ആദ്യമേ കത്തിച്ചു, അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ അടിച്ചു കൂട്ടുന്നത്. ആകെ ഈ ഒരു മരം തന്നെയുള്ളൂ, അതിൽ നിന്ന് നിറച്ച് ഇങ്ങനെ ഇല കൊഴിഞ്ഞ് വീണിട്ടേ. അപ്പം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആശി കത്തിച്ചല്ലോ. അപ്പോൾ അടിച്ചു കൂട്ടിയിട്ട് ആ കത്തുന്നതിലേക്ക് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതിയല്ലോ. പക്ഷെ അപ്പോഴേക്കും അവിടെയൊക്കെ നിറച്ചും ഇങ്ങനെ വേസ്റ്റ് ഉണ്ടായിരുന്നേ. അതെല്ലാം കത്തി ഒരുപാട് അങ്ങോട്ട് കത്തി. അപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ ഓടുകയാണ്. ചേച്ചി എല്ലാം കൂടെ കത്തിപ്പിടിച്ച് എന്ത് ചെയ്യും പറഞ്ഞിട്ട് ആശി എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വേഗം വെള്ളം എടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം ഇങ്ങനെ തീ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടോ നിറച്ചും ഇങ്ങനെ വേസ്റ്റും ഇങ്ങനെ ഇലകൾ കൊഴിഞ്ഞു വീണതിൻ്റെയൊക്കെ നിറയുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കത്തട്ടെ എന്ന് പറഞ്ഞിട്ട് വെള്ളം അവിടെ കൊണ്ട് വെച്ചിട്ട് പിന്നെ ബാക്കി ഞാൻ എനിക്ക് ക്ലീനിങ് ഉണ്ടല്ലോ, ആശീന അവിടെ നിർത്തിയിട്ടാണ് ഞാൻ ബാക്കി പണികൾ ചെയ്യാൻ വന്നത്. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തുടയ്ക്കാൻ നിൽക്കുമ്പോൾ രാവിലെ ഫണ്ട് ഉണ്ടായിരുന്നു. ഫണ്ടിങ് രാവിലെ വരാത്തവർ ചിലപ്പോൾ വൈകുന്നേരമാണ് വരിക. അപ്പോൾ ഗുരുസ്വാമിയേട്ടനും കാവ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുസ്വാമിയേട്ടനെ വേഗം വിട്ടു, അവർ വലിയ ആൾക്കാരല്ലേ. അപ്പോൾ കാവ്യ ഉണ്ടായിരുന്നു. കാവ്യൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. കാവ്യൻ്റെ വർത്താനം പറഞ്ഞിട്ട് എനിക്കിങ്ങനെ പണിയെടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വർത്താനം പറയാൻ ഒരാളെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ആ ഗ്ലാസ്സിൽ കൂടെ കണ്ടു തോന്നുന്നു കാവ്യനെ. അപ്പോൾ കാവ്യ ഉണ്ടായിരുന്നു. പിന്നെ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോവാണ്. കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് വെക്കലും അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതൊരു ഈവനിങ് വ്ളോഗായിട്ട് ഞാൻ പിന്നെ കാണിക്കാവേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നു. ഇനി ഒന്ന് പൊട്ടൊക്കെ വെച്ചിട്ടാണ് വിളക്ക് വെക്കാൻ പോണത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.